പാക് അധീന കാശ്മീരില് പാകിസ്ഥാന്റെ നരനായാട്ട് തുടരുകയാണ്. ഇതുവരെ 80ഓളം മനുഷ്യരാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെയും പോലീസിന്റെയും ആക്രമണത്തിൽ പാക് അധീന കാശ്മീരിൽ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് കർശനമായ വിലക്ക് പാകിസ്ഥാൻ ഈ പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പാക് അധീന കാശ്മീരില് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നതിനിടെയാണ് അൽ ജസീറ അടക്കമുള്ള പ്രോ പാകിസ്ഥാൻ മാധ്യമങ്ങളെ പോലും പാകിസ്ഥാൻ ഇപ്പോൾ വിലക്കിയിരിക്കുന്നത്. അൽ ജസീറ ഇംഗ്ലീഷ് ഉൾപ്പെടെ ഡിജിറ്റൽ വാർത്താ മാധ്യമങ്ങൾക്ക് പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വാർത്താ ഏജൻസിയായ ANI ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അൽ ജസീറ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ എല്ലായ്പ്പോഴും ഒരു പ്രോ പാകിസ്ഥാൻ മാധ്യമം തന്നെയാണ്. ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കോർപ്പറേറ്റ് കമ്പനി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിലാണെങ്കിലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്താണെങ്കിലും പാകിസ്ഥാൻ അനുകൂല നിലപാടുകളാണ് എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നത്. ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടൊന്നും പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കാലവും കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകളാണ് ഈ മാധ്യമ ഭീമൻ എടുത്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോ അവർക്ക് തന്നെ പാകിസ്ഥാനിൽ വിലക്ക് നേരിടേണ്ടി വരുന്നു എന്നത് ഒരല്പം കൗതുകമുള്ള വാർത്ത തന്നെയാണ്. ഇത്രയും കാലം പാകിസ്ഥാന് വേണ്ടി കുഴലൂത്ത് നടത്തിയ അതേ മാധ്യമത്തെ തന്നെ പാകിസ്ഥാൻ വിലക്കിയിരിക്കുകയാണ്. കാരണം പാക് അധീന കാശ്മീരിൽ നടക്കുന്നത് അത്രമാത്രം ക്രൂരമായ സംഭവങ്ങളാണ്. ഒരു മാധ്യമത്തിനും കണ്ടില്ല എന്ന് വെക്കാൻ കഴിയാത്തത്ര ക്രൂരതകൾ അവിടെ നടക്കുന്നുണ്ട്. സാധാരണക്കാരായ മനുഷ്യരെയാണ് പ്രതിഷേധിച്ചു എന്നതിന്റെ പേരിൽ നിഷ്കരണം പാക് സൈന്യം കൊന്നു തള്ളുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ സ്വത്തൊന്നുമല്ല, അത് പാകിസ്ഥാൻ അനധികൃതമായിട്ട് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ ഒരു കാലത്തും പൂർണ്ണമായി പാകിസ്ഥാനിൽ ലയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ എന്നിട്ടും പാക് അധീന കാശ്മീരിനെ തങ്ങളുടെ രാജ്യത്തിനോടൊപ്പം പിടിച്ചു ചേർക്കാൻ പാകിസ്ഥാൻ എല്ലാ കാലവും ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ടെങ്കിലും സോകോൾഡ് അന്താരാഷ്ട്ര സമൂഹം, മനുഷ്യാവകാശ സമൂഹം എല്ലാം തന്നെ കണ്ണുകെട്ടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവരാരും തന്നെ ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ച് കാണുന്നില്ല. ഐക്യരാഷ്ട്രസഭ ആസ് യൂഷ്വൽ പഴം പുഴുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവരെയൊന്നും കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇവരെല്ലാം തന്നെ സെലക്റ്റീവായി മാത്രം പ്രതികരിക്കുന്നവരാണ്. ഇപ്പൊ ചൈനയിലെ ഉയ്ഗുർ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ വലിയ ആശങ്കയുള്ള അമേരിക്കൻ സ്ഥാപനങ്ങൾക്കും അമേരിക്കൻ ഭരണകൂടത്തിനും പാകിസ്ഥാൻ പാക് അധീന കാശ്മീരിൽ നടത്തുന്ന കൂട്ടക്കൊല കണ്ടില്ല എന്ന് നടിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? ഇന്ത്യയിൽ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങളെ പോലും പർവ്വതീകരിച്ച് കാണിക്കുന്ന ജോർജ് സോറസിന്റെ വിഴുപ്പലക്കുന്ന അല്ലെങ്കിൽ ജോർജ് സോറസിന്റെ എല്ലിൻ കഷ്ണം തിന്നുന്ന മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും NGOകളും ഒക്കെ തന്നെ പാക് അധീന കാശ്മീരിൽ നടത്തുന്ന ക്രൂരതകൾക്കെതിരെ ഒരക്ഷരം പറയുന്നതായിട്ട് എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. പാലസ്തീന് വേണ്ടിയിട്ടുണ്ടായ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളും പിന്തുണയും ഒന്നും കേരളത്തിൽ നിന്ന് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം നിങ്ങളുടെ ചോരയ്ക്ക് ഇവിടെ വലിയ വിലയൊന്നുമില്ല. അപ്പോൾ എന്താണ് പാക് അധീന കാശ്മീരിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ നിഷ്കരുണം ഒരു ജനതയെ കൊന്നു തള്ളുന്ന കാഴ്ചയാണ്. എന്ന് വെച്ചാൽ അവകാശങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയ സമൂഹത്തെയാണ് പാക് സൈന്യവും പോലീസും ഭീകരവാദികളും ചേർന്ന് അടിച്ചമർത്തുന്നത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യ ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ട് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്കിതിനകത്ത് പരിമിതികൾ ധാരാളമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ബംഗ്ലാദേശിൽ ചെയ്ത പോലെ നേരിട്ടൊരു യുദ്ധത്തിലേക്ക് പോകണം. ഈ കാലഘട്ടം എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ സമയമല്ല എന്നാണ് എല്ലായ്പ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയാറുള്ളത്. മാത്രമല്ല, ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച, സുരക്ഷ, ഒരുപാട് ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ വിഷയത്തിൽ ചാടിക്കയറി ഇടപെടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ധാർമ്മികമായ പിന്തുണ നമ്മുടെ ഭാഗത്ത് നിന്ന് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടായില്ല അന്താരാഷ്ട്ര സമൂഹം ഇപ്പോഴും ഈ വിഷയത്തിൽ പാക് അധീന കാശ്മീരിലെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് പ്രതികരിച്ച് തുടങ്ങിയിട്ടില്ല എന്നത് ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് ഒന്ന്, പാകിസ്ഥാന്റെ കാര്യം വരുമ്പോൾ മറ്റൊന്ന്. അഫ്ഗാനിസ്ഥാനിൽ ഇതുപോലെയാണ് പാകിസ്ഥാൻ പട്ടാളം നടത്തിയ വളരെ ക്രൂരമായ ആക്രമണങ്ങൾ, എത്രയോ കുട്ടികളും സ്ത്രീകളും അടക്കം മരണപ്പെട്ടു. ആ സമയത്തും അന്താരാഷ്ട്ര സമൂഹം കൈക്കകത്ത് അമ്പഴങ്ങ് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും അത് തന്നെയാണ് അവരുടെ അവസ്ഥ. അതായത് സെലക്റ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ മാത്രം. ഇവർക്ക് ഏതെങ്കിലും രാജ്യത്തെ തകർക്കണം എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രാജ്യത്തോട് ഇവർക്ക് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ആ രാജ്യം ഒന്നും ചെയ്തില്ലെങ്കിലും അവരെന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. അതേസമയത്ത് ഇവരോടൊപ്പം നിൽക്കുന്ന ഒരു രാജ്യം ഇനി എന്ത് വലിയ വൃത്തികേട് ചെയ്താലും ഇവരൊന്നും കണ്ടില്ലേ കേട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചു കൊടുക്കുകയും ചെയ്യും. പാകിസ്ഥാന് കിട്ടുന്നത് അങ്ങനെ ഒരു പ്രിവിലേജ് ആണ്, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആണ്. സത്യത്തിൽ പാകിസ്ഥാൻ ചെയ്യുന്ന ഈ ക്രൂരതകൾ എവിടെയും വേണ്ട വിധത്തിൽ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നത് തീർത്തും ഖേദകരമായ കാര്യമാണ്. പാക് അധീന കാശ്മീരിലെ ജനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അത്രമാത്രം പരിതാപകരമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.